നമ്മൾ ആന്റിബയോട്ടിക്സ് അമിതമായിട്ട് യൂസ് ചെയ്യുന്നു. നമ്മൾ സ്വന്തമായിട്ട് മിച്ചം വന്നിരിക്കുന്ന വീട്ടിൽ ആരുടെയെങ്കിലും ലെഫ്റ്റ് ഓവർ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടായിരുന്ന പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിന്റെ ബാക്കി എടുത്ത് കഴിക്കുന്നു. അപ്പൊ മിസ്യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് കാരണം നമുക്ക് വരാവുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് സാർ ഒന്ന് പറയൂ. ആന്റിബയോട്ടിക്സ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിലുള്ള എത്തുന്ന രോഗാണുവിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള മരുന്ന് ഏത് ഇൻഫെക്ഷൻ ഉണ്ടോ, ഒന്ന് ശരീരത്തിലെത്തിയ അണുബാധയുണ്ടോ, ആ അണുബാധ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആന്റിബയോട്ടിക്സ് ആദ്യം രോഗാവസ്ഥ നിർണ്ണയിച്ചതിന് ശേഷം ആന്റിബയോട്ടിക്സ് കഴിക്കണം. ആ കഴിക്കുന്നത് കൃത്യമായ ഡോസിൽ കൃത്യമായ ഡ്യൂറേഷനിൽ മാത്രം കഴിക്കുക. അതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നോർമലി ഉണ്ടാകുന്ന രോഗാണുക്കളുണ്ട്, നമ്മുടെ ശരീരത്തിൽ നോർമലി ഉണ്ടാകുന്ന രോഗാണുക്കളെ അത് നശിപ്പിക്കും. അത്തരത്തിൽ നമുക്ക് ക്ലോസ്ട്രീഡിയം ഡിഫിസിൽ ഡയറിയ, അതായത് ചില ആന്റിബയോട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറിയ പോലെ വരാം. ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതകളുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ അവരുടെ ശരീരത്തിലുള്ള അവരുടെ അസുഖത്തിന് ഭാഗമായിട്ട് വേറെ അവയവങ്ങൾക്ക് തകരാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നോക്കിയതിന് ശേഷമാണ് ആന്റിബയോട്ടിക് യൂസ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള മുമ്പ് അണുബാധയ്ക്ക് ഉപയോഗിച്ച ആന്റിബയോട്ടിക് വീണ്ടും ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഫലത്തിലേക്കല്ല എത്തിച്ചേരുക.